അപ്പോൾ അമ്മയുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. രാവിലെ ഇന്ന് അമ്മയ്ക്ക് നല്ല സിലോപ്പിയ വലുത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഇത് വെച്ചിട്ടെന്ന് പറഞ്ഞത് ഇത് പൊള്ളിച്ചതാണ്. അപ്പോൾ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ മീൻ നല്ല വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് മസാലപ്പൊടികളെന്ന് പറയുന്ന അമ്മ എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ എരിയുള്ള മുളക് പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇത്ര അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും മീൻ മസാലയ്ക്ക് വേണ്ടിയാണ്. പിന്നെ പൊള്ളിക്കാൻ വേണ്ടി ഒരു സവാള, കുറച്ച് കൊച്ചുള്ളി കഴുകി അരിഞ്ഞത്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് കാന്താരി ചതച്ചത്, ചോപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രയുണ്ട് പൊള്ളിക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മസാല കിടക്കാം. അപ്പം അമ്മ ആദ്യം കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചതിനകത്ത്. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് എണ്ണ, വളരെ കുറച്ച് ഒഴിക്കുന്നവിടെ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മസാലയ്ക്ക് എടുത്ത് ഈ പൊടികളുണ്ടല്ലോ, ഇത് ഇത്രയും കൂടെ അങ്ങോട്ട് ഇടുന്നുണ്ട് അമ്മ. ഇത്രയും പൊടികളും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും, കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, കുറച്ച് കാന്താരി ചോപ്പ് ചെയ്തതും, കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇത്ര ഇട്ട് നമുക്ക് മീനിൻ്റെ അരപ്പ് നല്ലോണം ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇച്ചിരി സമയമെടുത്ത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. കാരണം അരപ്പ് എല്ലാം നല്ലപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്ക് തേച്ച് നല്ലോണം പിടിപ്പിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരപ്പ് പുരട്ടി വെച്ചിട്ട് അരപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ തേച്ച് പിടിപ്പിക്കണമെന്നേ ഉള്ളൂ. ഇതിനകത്തോട്ടൊക്കെ ഇട്ട് എല്ലാത്തിലും നമുക്ക് ഓരോന്നോരോന്നൊക്കെ തേച്ച് പിടിപ്പിക്കാം. കണ്ട നല്ലോണം ആ വലിഞ്ഞതിനകത്ത് എല്ലാം തേച്ചിട്ട് നമുക്ക് വലിയ സിലോപ്പിയായിരുന്നേ, അല്ല മുട്ട സിലോപ്പിയായിരുന്നു. നമ്മൾക്ക് ഇന്നലെ വരുന്ന വഴിക്ക് നമ്മൾ മൂന്നാംകുറ്റി ചന്തയിൽ കൊല്ലം മൂന്നാംകുറ്റി ചന്തയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത്. നിങ്ങളൊക്കെ മൂന്നാംകുറ്റി മാർക്കറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അതിനടുത്താണ് നമ്മളെ വീട്. കണ്ടോ, നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓട്ടോയിൽ കൊണ്ട് വരുന്ന വഴിക്ക് വാങ്ങിച്ചതാണ്. 200 രൂപ മേടിച്ചു 3 എണ്ണത്തിന്. പക്ഷെ അത് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ട നല്ലോണം തേച്ച് എടുപ്പിച്ചു. ഇത് പൊള്ളിക്കാൻ വേണ്ടിയാട്ടോ കേട്ടോ. ഉപ്പെല്ലാം ഉണ്ട്. ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായതിനു ശേഷം മാത്രമേ നമ്മളിത് പൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മുടെ സെറ്റായിട്ടുണ്ട്. അരമണിക്കൂർ അതിനകത്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് പൊള്ളിക്കാൻ. ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മീൻ ഓരോന്നും ഇട്ട് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. 2 മീനിനകത്ത് കടക്കും. അടുത്ത് പിടിക്കാതിരിച്ചാൽ ഈ എണ്ണ നല്ലോണം ചുറ്റിച്ച് കൊടുക്കണേ. എന്നിട്ട് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഈ മീൻ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല സെറ്റായിരിക്കുന്നുണ്ട്. നമുക്കത് 2 എണ്ണവും കണ്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഈ മസാലയില്ലേ ഇത് നല്ല നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വെക്കാം. അതവിടെ കിടന്ന് അത് മൊരിയണം. അത് മൊരിഞ്ഞ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാം.
അപ്പോഴും നമ്മുടെ സിലോപ്പിയ അല്ല മീൻ മൊരിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഭാഗം അപ്പം തിരിച്ചിട്ടിട്ടുണ്ട്. വേണ്ട, ഈ ഭാഗം കൂടി മൊരിഞ്ഞൊന്ന് നോക്കണം. മൊരിഞ്ഞിട്ടില്ല, കാരണം കുറച്ച് നേരത്തെ തിരിച്ചിട്ട് നോക്കട്ടെ. കുറച്ചുകൂടെ ഒന്നും മൊരിയണം ഭാഗം. എണ്ണ 4 ഭാഗത്തും ചുറ്റിച്ച് കൊടുക്കാം നമുക്ക്. അതുകൂടെ മൊരിയട്ടെ. ഫിഷ് അമ്മ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഇത് പൊള്ളിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ എന്താ, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി ചതച്ചത്, തക്കാളി, കറിവേപ്പില, കൊച്ചുള്ളി. നമുക്ക് ആദ്യം കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് വഴറ്റെടുക്കണം. നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ കൊച്ചുള്ളി ആ പാത്രത്തിൽ തന്നെ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് മീൻ വറുക്കാൻ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അത് നമുക്ക് വളരെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് മാത്രം. എന്നിട്ട് ഉള്ളി നമുക്ക് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ വഴറ്റിയെടുക്കണം. ഉപ്പിട്ടിട്ടുണ്ടേ. അത് നമുക്ക് താണ്ടേ അടുത്തായിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഉണ്ടോ, ഇതെല്ലാം ചോപ്പ് ചെയ്താൽ വെളുത്തുള്ളി അതിലൂടെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ഇടാം. അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി ചോപ്പ് ചെയ്ത് തന്നെ എടുക്കണം. ഒരിക്കലും നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് ഇഞ്ചി വെളുത്തുള്ളിയെ. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഉപ്പ് നോക്കാം. ഒരു ചെറിയ ഉപ്പും കൂടെ വേണം. സ്വല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം കിണ്ടി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കാന്താരി. കാന്താരി വേണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് എടുത്താൽ മതി. അമ്മ കാന്താരി ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. എരിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതും ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും നല്ലോണം ഒന്ന് വഴറ്റണം. വഴറ്റിയിട്ട് നമുക്ക് അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കണം, കുരുമുളക് പൊടി ചേർക്കണം, എല്ലാം ചേർക്കണം. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം അതിലോട്ടെ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ലേശം മുളക് പൊടി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാന്താരി ഒരുപാട് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി കളറിന് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ 1/4 ടീസ്പൂൺ 2 ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുരുമുളകും കൂടെ ചേർക്കണം. ഇത് നല്ലോണം മൂത്തിട്ട് നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കണ്ടോ, ഇത്രയും കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വലിയൊരു തക്കാളി മുളക് ചേർത്തിട്ട് നല്ലോണം എടുക്കണം. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കണേ. നല്ലോണം വഴറ്റിയെടുക്കണം. നല്ല തക്കാളിയൊക്കെ വെന്ത് വഴറ്റിയെടുക്കണം. നോക്കട്ടെ ഉപ്പുണ്ടോ. നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വേവണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ മസാല നമുക്ക് അതിൻ്റെ പുറത്ത് വെക്കാം. നമ്മൾ ഒരു മിനിറ്റൂടെ നിറച്ചിട്ട് ഓഫ് ചെയ്യും. കാരണം നല്ല ടേസ്റ്റ്. തക്കാളി ഇങ്ങനെ ഇട്ട് വെക്കാനും നല്ലത്, വെന്തുളയാനും നല്ല ടേസ്റ്റാണ്. അതാണ്ട എല്ലാം നല്ല വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയും മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ രണ്ടെണ്ണത്തിലാണ് പുള്ളിക്കടുത്ത് വെച്ചേക്കുന്നത്. കണ്ടോ. അപ്പോൾ അതൊക്കെ അപ്പം ഞാൻ മസാല ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് നമുക്ക് പൊള്ളിക്കാൻ വേണ്ടി ആ പാന് ചെറുതായിട്ടൊന്ന് കഴുകി എടുക്കാം. ചൂടാവട്ടെ. നമ്മൾ മസാല നമ്മളായി പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ,
ഒരു മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊള്ളിക്കാം. അപ്പം അമ്മ ഇല പൊട്ടിയതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ആ പൊട്ടിയോണ്ട് അങ്ങനെ വെച്ച് 2 ഇല വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് മസാല ഇലയിലോട്ടങ്ങ് ഇടാം. കണ്ട, നിരത്തിയിടാം കുറച്ച് മസാല ഇട്ട്. എന്നിട്ട് നമ്മളൊരു മീനെടുത്ത് കണ്ട അങ്ങനെ വെച്ച് ഇതിൻ്റെ പുറത്ത് കുറച്ച് മസാല കൂടി നമുക്ക് വെക്കാം. ഉണ്ടോ? എന്നിട്ട് നമുക്കിത് അടയ്ക്കാം. ഇല നല്ല ഇല കിട്ടിയില്ല നമുക്ക് കേട്ടോ, പൊട്ടിയ ഇലയാണ് കിട്ടിയത്. അത് കുഴപ്പമില്ല, 2 വെച്ചമ്മ എടുത്തിട്ടുണ്ട്. നല്ല വാഴയില കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്താൽ മതി. ഇവിടെ വാഴയില്ല, അതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇലയെല്ലാം പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ഇല പൊട്ടിയത്. എന്നിട്ട് നമുക്ക് വള്ളി വെച്ചിട്ട് ആ വള്ളിയിലോട്ട് വെച്ച് ആദ്യം നമുക്ക് ഇങ്ങനൊരു കെട്ട് കെട്ടാം. വള്ളി വെച്ചിട്ട് ഇലയെല്ലാം വെച്ചിട്ട് നല്ലോണം ഒരു കെട്ട് കെട്ടാം. എന്നിട്ടിന് അപ്പുറത്തെ വള്ളിയെടുത്ത് വേറെ വള്ളിയെടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കെട്ടാം. നമുക്ക് ഈ കെട്ടിയ മീനില്ലേ അത് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് അടപ്പാത്രം വെച്ച് അടച്ച് പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോറൊക്കെ വിളമ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ദാണ്ടെ മീൻ പൊള്ളിച്ചത് തുറക്കാൻ പോവുകയാണ്. നല്ല ചൂടുണ്ട്, വെച്ച് നോക്കാം. ചൂടുണ്ട് കേട്ടോ. എന്താ നല്ല സൂപ്പറായിട്ട് ചൂടോട് തന്നെ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു സ്വല്പം ഞാൻ കഴിച്ച് നോക്കാം. ഭയങ്കര ചൂട് കേട്ടോ. സ്വല്പം എടുത്തിട്ട് സൂപ്പർ. അമ്മയുടെ സൂപ്പർ ടേസ്റ്റിയായ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊള്ളിച്ചത്. അപ്പം ഞാൻ കഴിക്കട്ടെ.